സ്വതന്ത്രമായ കഥ തുടങ്ങുമ്പോൾ ഈ അമ്മയമ്പലം ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. അന്ന് വിശ്വസാഹിത്യ കൃതികളിൽ നിന്നുള്ള ഒരു കഥയാണ് ഞാൻ അവതരിപ്പിച്ചത്, ഫ്രഞ്ച് റവല്യൂഷൻ. അന്നതിന് ആ കഥാപ്രസംഗ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ശ്രീ സുഗതണ്ണനാണ് എൻ്റെ കഥാപ്രസംഗ പരിപാടി ആദ്യമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതും. അതിനുശേഷം ഞാൻ പല വേദികളിലും 10-20 വർഷക്കാലം നിരന്തരം കഥാപ്രസംഗ വേദികളിൽ മറ്റ് പുതിയ പുതിയ കഥകൾ അവതരിപ്പിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഒരു 20 വർഷക്കാലത്തിന് ശേഷം നീണ്ട 20 വർഷം ഞാൻ കഥാപ്രസംഗ ലോകത്തില്ലായിരുന്നു. നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും കഥാപ്രസംഗ ലോകത്ത്, കലാലോകത്ത് ഞാനില്ലായിരുന്നു. ഭാഗ്യവശാൽ വീണ്ടും ഞാൻ ലോകത്തേക്ക് കഴിഞ്ഞ സീസണിലെത്തി. കുറച്ച് സ്റ്റേജുകൾ, അതായത് കഥാപ്രസംഗവും ഞാനും ഒരുപോലെ അസ്തമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. കഥാപ്രസംഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഥാപ്രസംഗം ഉണ്ട്, പക്ഷേ എവിടെയോ കിടക്കുകയാണ്. കാഥികന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ കാഥികന്മാരുണ്ട്, അവരൊന്നും രംഗത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരവസരം തേടി വരികയും കൊച്ചുകലയിൽ തന്നെ എനിക്കൊരവസരം കിട്ടുകയും ഞാൻ ഇവിടെ കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കുകയും അതിനുശേഷം മറ്റു പല സ്റ്റേജുകളിലേക്ക് പോവുകയും പുതിയൊരു കഥയുമായി ഇവിടെ വരികയും ചെയ്തിരിക്കുകയാണ്. ഇതെൻ്റെ ഉദ്ഘാടന കഥ കൂടിയാണ്. ഈ വർഷത്തെ എൻ്റെ കഥയുടെ ഉദ്ഘാടന പരിപാടി കൂടിയാണ്. നിങ്ങളുടെ ഏവരുടെയും നിസീമവും നിർലോഭവുമായ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പൂർവികന്മാരുടെ, വിശിഷ്യ ശ്രീ സാംബശിവൻ സാറിൻ്റെ കൂടി ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ കഥാപ്രസംഗ പരിപാടി നിങ്ങൾക്ക് മുമ്പിൽ സവിനയം സമാരംഭിക്കട്ടെ. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. പ്രകൃതിസുന്ദരമായ ആ നാട്ടിൻപുറത്തെ പുഴക്കടവിൽ നിൽക്കുമ്പോൾ കേൾക്കാം ആ കടത്തുകാരന്റെ വിളി. വരുവിൻ വേഗത്തിൽ കടത്തു വഞ്ചിയിൽ തിരവീലക്കരെ പോവാൻ, വരുവിൻ വേഗത്തിൽ കടത്തു വഞ്ചിയിൽ തിരവീലക്കരെ പോവാൻ, വരുവിൻ വേഗത്തിൽ കടത്തു വഞ്ചിയിൽ തിരവീലക്കരെ പോവാൻ. അപേക്ഷ നിങ്ങളാരും അക്കരയ്ക്ക് പോകണ്ടെന്നാണ്. കാര്യം, നിങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ആരുടെ കഥ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? ആ ആള് അതാ വരുന്നുണ്ട്, നോക്കണം. ആ പുഴയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കണം, ഒരു വഞ്ചി വരുന്നുണ്ട്. ആ വഞ്ചിയുടെ അമരത്തിലേക്കുണ്ട് ആ ആള്. തോണിയിലവളുടെ പക്കുടമേറ്റി പാണിയിലൊരു തുഴയേറ്റി, തോണിയിലവളുടെ പക്കുടമേറ്റി പാണിയിലൊരു തുഴയേറ്റി, അരുവിയിലസം തുഴയും നഗരൻ ചേവിൽ പോയ പാൽവിൽക്കാൻ, അരുവിയിലസം തുഴയും നഗരൻ ചേവിൽ പോയ പാൽവിൽക്കാൻ, ചേവിൽ പോയ പാൽവിൽക്കാൻ. വഞ്ചി നിറയെ പാൽപാത്രങ്ങൾ അടുക്കി വെച്ച് അവൻ വഞ്ചിയുടെ അമരത്തിരുന്ന് തുഴയുന്നവൾ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നത് കേൾക്കാം. വടക്കങ്കായലിലോളം ഓർക്കും ഞാൻ എൻ്റെ മാരനെ, വടക്കങ്കായലിലോളം ഓർക്കും ഞാൻ എൻ്റെ മാരനെ, നാറ്റുവന്നെൻ്റെ കാതകിൽ തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ, നാറ്റുവന്നെൻ്റെ കാതകിൽ തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ, മാരനെ വീരനെ അൻപുറ്റമണി മാരനെ, വള്ളത്തെ പള്ളിയിൽ
പറഞ്ഞും വാസ്തവം പറഞ്ഞാൽ അവൾ വന്നു നിന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. കാര്യം കുറച്ച് പാല് എൻ്റെ വീട്ടിൽ തന്നിട്ടാണ് അവൾ ചന്തയിലേക്ക് പോകുന്നത്. നോക്കണം, പാല് പാത്രവുമായി ഓടി കിതച്ച് കയറി വരുന്ന പെൺകുട്ടി പാലും പാത്രവും തിണ്ണയ്ക്ക് വെച്ചിട്ട് അതാ മുറ്റത്ത് നിൽക്കുന്നു. നോക്കണം, മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീല കുഞ്ഞുകമ്മൽ തുന്നിച്ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും പുഞ്ചിരിയടയാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ 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 നിന്നളന്ന ഇഷയെ മറക്കുമോ നിന്നളന്ന ഇഷയെ. 75 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മ മലയാളികളോട് ചോദിച്ചു, മറക്കുമോ നിന്നളന്ന ഇഷയെ. 74 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ സാംബശിവൻ മലയാളി സഹൃദയരോട് ചോദിച്ചു, മറക്കുമോ നിങ്ങൾ ഈ ഐഷയെ. മറന്നില്ല ഞങ്ങൾ ഈ ഐഷയെ. മലയാളി വിളിച്ചു പറയുന്നു, മറന്നില്ല ഞങ്ങൾ ഈ ഐഷയെ. അതുകൊണ്ടാണല്ലോ കഥ പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറക്കില്ല 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 ഞാനും ഈ ഐഷയെ. ഞാൻ മറക്കാത്തതിനൊരു കാര്യമുണ്ട്. അവരുടെ സ്വഭാവം ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. പാലും പാത്രവും തിണ്ണയ്ക്ക് വെച്ചിട്ട് പെണ്ണു വന്ന് നിൽക്കുന്നു. ഞാൻ എന്നും അവളോടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഒരു പകരം ചോദ്യം, ഒരു സ്റ്റോക്ക് ചോദ്യം. നിന്റെ പേരെന്താണ് പെണ്ണെ? നിന്റെ പേരെന്താണ്? എടി പെണ്ണെ, നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ. എന്തിനാണ് എന്നും ഈ ചോദ്യം അവളോട് ചോദിക്കുന്നത്? ആ കൊച്ചു ചുണ്ടിലെ കിലുങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ, അവരുടെ സംഭാഷണം കേൾക്കാൻ നല്ല രസമാണ്. നിന്റെ പേരെന്താണ്? എടി പെണ്ണെ, നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ. ആ കൊച്ചു ചുണ്ടിലെ കിലുങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ. എന്റെ ഈ ചോദ്യം അങ്ങോട്ട് കേൾക്കുമ്പോ കൊച്ചുപാവാടത്തുമ്പിൽ കൈതറുന്നവൾ ചുണ്ടിൽ പിച്ചി പൂവിതളുമായി പറയും മറുപടി. കൊച്ചുപാവാടത്തുമ്പിൽ കൈതറുന്നവൾ ചുണ്ടിൽ പിച്ചി പൂവിതളുമായി പറയും മറുപടി. അവിടെ മറുപടി, എപ്പോഴും മറക്കുന്ന ചേട്ടൻ. അവൾ ഇന്നലെയും പറഞ്ഞു ആയിഷയെന്ന്, ഞാൻ ഇന്നതങ്ങ് മറന്നുപോയത്രേ. എപ്പോഴും മറക്കുന്ന ചേട്ടൻ. അപ്പൊ ഞാൻ പറയും, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞുപാവാടക്കാരി, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞുപാവാടക്കാരി. പേര് ഞാൻ പറയൂല. എന്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. പേര് ഞാൻ പറയൂല. മുഖവും വെട്ടിച്ചവൾ ദൂരേക്ക് നോക്കും. അങ്ങനെ തന്നെ നിന്നവൾ പറയും, കോട്ടയെ പാത്രം തിരികെ തരൂ ചേട്ടാ. ആരെടുത്തിട്ട് പാത്രം തിരികെ കൊടുത്തേക്കാണ്. അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളും, അവന കിളിയുടെ കൊഞ്ചലിങ്ങനെ നീളും. മനോഹരമായ നാട്ടിൻപുറത്തൊരു മഞ്ഞത്തുമ്പിയെ പോലെ പാറി നിൽക്കുന്ന പൊന്നോമന പെൺകുട്ടി ആയിഷ. മലയാളിക്ക് ഏറെ പ്രിയങ്കരനായ കവി വയലാർ രാമവർമ്മയുടെ ഏറ്റവും പ്രസിദ്ധമായ ഖണ്ഡകാവ്യം ആയിഷ. മലയാളിക്ക് അങ്ങേയറ്റം പ്രിയങ്കരമായ മധുരോദാരമായ കഥ ആയിഷ. അത് തന്നെയാണ് ഞങ്ങളും അവതരിപ്പിക്കുന്നത്, ആയിഷ. ഈ കഥ, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1951 അന്നത് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ആ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു 4 വരി എഴുതി വെച്ചിട്ടുണ്ട്. വേദന വിങ്ങും സമൂഹത്തിൽ നിന്ന് ഞാൻ വേരോടെ ചിന്തി പറിച്ചതാണ് ഈ കഥ. ഒക്കെ പകർത്താൻ കഴിഞ്ഞിരിക്കില്ലെനിക്ക് ആ ഗതികേടിന് മാപ്പു ചോദിപ്പു ഞാൻ. അതെന്താണ് അങ്ങനെ സമൂഹത്തിൽ വേദനിക്കുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, അധ്വാനിക്കുന്നതിന് പ്രയാസപ്പെടുന്നവന്റെ കഥ പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യം എന്ന നിലയിലാണോ അദ്ദേഹം അങ്ങനെ ഒരു 4 വരി കുറിച്ചത്? അല്ല. അന്ന് ഈ പഴയ കാലത്ത് രാജാവിനും രാജകൊട്ടാരത്തിൽ രാജാക്കന്മാർക്കും മാടമ്പിമാർക്കും അന്നത്തെ പ്രഭുക്കന്മാർക്കും ഒക്കെ വേണ്ടി കഥയും കവിതയും സാഹിത്യവും രചിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ, ഈ കവിത
എഴുതപ്പെടുന്നത്. പക്ഷേ സമൂഹത്തിലുള്ള മുഴുവൻ വിഷയങ്ങളെയും ക്രോഡീകരിക്കാൻ, എല്ലാ സമൂഹത്തിനുമുള്ള വിഷയത്തെ ക്രോഡീകരിക്കാൻ എനിക്ക് കഴിയാതെ പോയി. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ മാത്രം വിഷയമല്ല, ഇത് എല്ലാ സമൂഹത്തിലും കാണുന്ന വിഷയമാണ് എൻ്റെ ഈ കഥ. അത് എല്ലാവരിലേക്കും എനിക്ക് എത്തിക്കാൻ എനിക്ക് കഴിയാതെ പോയതിൽ ആ ഗതികേടിന് ഞാൻ മാപ്പ് ചോദിപ്പൂ എന്നാണ് വയലാർ രാമവർമ്മ നമ്മളോട് പറഞ്ഞത്. പണ്ട് നമുക്കറിയാം, രാജകൊട്ടാരങ്ങളിലെ രാജാക്കന്മാർക്ക് സൂഹിക്കാൻ വേണ്ടി കവിത എഴുതും, കഥകൾ എഴുതും, സാഹിത്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അന്നത്തെ സാഹിത്യങ്ങളെല്ലാം രാജാക്കന്മാർക്ക് വേണ്ടിയാണ്, ഭരണാധികാരികൾക്ക് വേണ്ടിയാണ്. ഭരണാധികാരികൾക്ക് വലിയ ഇഷ്ടമാണ്, നമ്മളെ പുകഴ്ത്തി പറയുന്നത് വലിയ ഇഷ്ടമാണ്. അവരുടെ രസം, അവർക്ക് എന്തെല്ലാം രസിക്കുമോ അതെല്ലാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പണ്ട് രാജാവിനെ മുഖം കാണിക്കാൻ ഒരാളെത്തി, അടിയൻ. എന്താ ഒരു കൈക്കുറ്റപ്പാട് ചെയ്തു, എഴുതിയെന്ന് പറയില്ല, കൈക്കുറ്റപ്പാട്. രാജാവിൻ്റെ മുമ്പ് അങ്ങനെ പറയാവുന്നതാണ്, കൈക്കുറ്റപ്പാട് ചെയ്തു. കേൾക്കട്ടെ, അത് അങ്ങനെ പറയത്തക്ക രീതിയിൽ വലിയൊരു ഗംഭീരം സാഹിത്യമൊന്നും അല്ല മഹാരാജൻ. നാം ഇങ്ങനെ ഇവിടുന്ന് ഒരു പെൺകുട്ടി വെള്ളം കോരാനായിട്ട് കുടവും കൊണ്ട് പോകുന്ന പോക്കിന് ഈ 4-5 പടികളുള്ള ഒരു കുളത്തിന്റെ കരയാണ് നിൽക്കുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ഞാൻ എഴുതുന്നത് കേൾക്കട്ടെ. രാജാവെ, ഈ കുടം ഒക്കത്തുനിന്ന് താഴെ വീഴുകയും അത് ഉരുണ്ടുരുണ്ട് കുളത്തിൽ പോകുന്നതാണ് സിറ്റുവേഷൻ. ഞാൻ അത് അവതരിപ്പിക്കാം. ഏകപട ത്രിപട ത്രുതി പഞ്ചപട ഡഡാളപട ഡഗുണം ഡിഗുണം ഗുഡ്ഡാട കുടിയും ആടകുന്നു ഗുഡ്ഡാട കുടിയും. എന്തുവാടോ ഇത് മഹാരാജാവേ? ഇത് ആദ്യം ഈ ഒക്കത്തിരുന്ന കുടം ആദ്യത്തെ പടിയിൽ വീണു, അവിടെ നിന്ന് നേരെ കുതിച്ച് 3ാമത്തെ പടി വീണു. അപ്പൊ ഏകപട, അവിടെ നിന്ന് പിന്നെ 3ാമത്തെ പടിയിൽ ത്രിപട, എന്നിട്ട് ത്രിതി പഞ്ചപട, അവിടെ നിന്ന് കുതിച്ച് നേരെ 5ാമത്തെ പടി പോയി വീണു. നോക്കണേ സാഹിത്യം പോകുന്ന പോക്ക്. അവിടെ നിന്ന് പിന്നെ ഡഗുണം ഡിഗുണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങി ഗുഡ്ഡാട കുടിയും വെള്ളത്തിൽ താങ്ങങ്ങ് പോയി. ആരെവിടെ? ഉത്തരവ്. ഒരു വീരശൃംഖല കൊണ്ടുവന്ന് അവൻ്റെ കയ്യെ കെട്ടിക്കൊടുത്തു. അപ്പോൾ വീരശൃംഖല രാജാവിരിക്കുന്നിടത്ത് വാരി കൂട്ടി ഒരു മൂലയ്ക്ക് അങ്ങനെ വെച്ചിരിക്കണം, വരുന്നവർക്കെല്ലാം ഓരോന്ന് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പം അടുത്തൊരുത്തൻ മഹാരാജൻ, ഞാൻ അടിയനും. കേൾക്കട്ടെ, അതങ്ങനെ പറയത്തൊക്കെ ഭയങ്കര സംഭവം ഒന്നുമില്ല മഹാരാജാവേ. അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് അങ്ങയുടെ പട ഇങ്ങനെ റോഡ് നിറഞ്ഞ് ഇങ്ങനെ വരുന്ന വഴിക്ക് അത് അങ്ങയുടെ പട വരുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഭാവന ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. കേൾക്കട്ടെ. അരിവൻ പടയും പടയും പരിചിനൊരു ഇതാദമൊക്കെ വെടിയും വെടിയും മുകൾനട്ട് കൊടിയും കൊടിയും ഹരിവശ്യ സുരേന്ദ്ര ദൃഷ്ടി പൊടിയും പൊടിയും ഒടിച്ചു വെച്ചിരിക്കുകയാണെല്ലാം കൂടെ. ഒരു മഹാരാജാവ് തിരിഞ്ഞു നോക്കി, ഭാര്യ 7 മാസം ഗർഭിണിയാണ്. അവർ ഒരെട്ടത്തിലിപ്പുണ്ടായിരുന്നു. അകാലത്തിൽ പ്രസവിച്ചു പോയോന്നറിയാൻ ഭാഗ്യം, അവർ പ്രസവിച്ചിട്ടില്ല. എന്താണോ ഇത്? അത് മഹാരാജാവേ അരി എന്ന് വെച്ചാൽ, അരി എന്ന് പറഞ്ഞാൽ ശത്രു. അരി വൻപ്, ശത്രുവിന്റെ അഹങ്കാരം. അരിവൻ പടയും പടയും, ശത്രുവിന്റെ അഹങ്കാരം അടയത്തക്ക വിധത്തിലുള്ള പട. അങ്ങയുടെ പട വരുന്ന കണ്ട ഏത് ശത്രു ഓടി ഒളിക്കും. അങ്ങനെ അരി, ശത്രുവിന്റെ അഹങ്കാരം അടയത്തക്ക വിധത്തിലുള്ള പടയും. പരിചിനൊരു ഇടിനാദമൊക്കെ വെടിയും വെടിയും. ജനങ്ങൾ ഇടിനാദം, മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഇടിയുണ്ടല്ലോ, ആ ഇടി ഒന്നുമല്ല, രാജാവിന്റെ ഇടിയാണ് ഇടി, രാജാവിന്റെ വെടിയാണ് വെടി. അങ്ങനെ ഈ മറ്റത് വെറും വെടി, ഇത് വലിയ വെടി.